പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ. അപ്പോൾ ദാ വാവച്ചി നാട്ടിൽ വന്നിട്ട് വാവച്ചിയുടെ ആ ഒരു പ്രൊഫഷണൽ പരിപാടിയിലേക്ക് ഇറങ്ങുകയാണ്. ജിംനേഷ്യൻ ഇതാ ബേബിയുണ്ട്, വാവയുണ്ട്. ഞാൻ വെറുതെ കൂടെ അവരുടെ കൂടെ പോയതാട്ടോ. അപ്പോൾ വാവ മൊത്തത്തിലൊന്ന് അവിടെ നിന്ന് അറിയാൻ വേണ്ടി പോയതായിരുന്നു. നമ്മുടെ മാമ്പുഴയുള്ള ഇക്കാൻ്റെ ജിംനേഷ്യനാണ്. അവിടെ എല്ലാ സെറ്റപ്പും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്, അടിപൊളി സംഭവം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ട് കയറട്ടോ, വാവ വന്നുകൊണ്ട് കയറിയതാണ്, അല്ലെങ്കിൽ അവിടെ കയറാനൊരു സാധ്യതയും ഇല്ലായിരുന്നു. അപ്പോൾ മക്കളെ വാവ ഇതാ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് എന്താണ് ഇവിടുത്തെ കഥ എന്നറിയാതെ. അപ്പോൾ എല്ലാം മനസ്സിലാക്കാൻ വേണ്ടി വാവ അങ്ങനെ നോക്കിയായിരുന്നു. ഉണ്ടോ ഇവിടെ മറ്റൊരാളുകൾ അടിച്ച് പൊളിച്ച് കളിക്കുകയാണ്, എല്ലാത്തിലും കയറി. അവളും മുതലാക്കി കേട്ടോ, അത്യാവശ്യം എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അമ്പിളി എല്ലായിടത്തും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വാവ മൊത്തം നോക്കട്ടെ. നമ്മളങ്ങനെയല്ല, ഫുൾ ടൈം തുറന്നു വെച്ചാൽ അതുകൂടെ തൊട്ട് അപ്പം തന്നെയാണ് താമസിക്കുന്നത്. ഫുൾ ടൈം തുറന്നു ഫീസ് ഫീസ് 1000 അഡ്മിഷൻ ഫീസ് മാസം ആണ്. കുഞ്ഞിപ്പോവാ അപ്പോൾ 3.5 വർഷത്തിന് ശേഷം വാവ നാട്ടിൽ വന്നു. അപ്പോൾ അതാ പുതിയ പരിപാടി ആരംഭിക്കുകയാണ് നാട്ടിൽ വീണ്ടും. അപ്പോൾ അവിടെ 2-3 വർഷത്തോളം ജിംനേഷ്യനിൽ പോയിരുന്ന ആളാണ്. അപ്പോൾ ഇവിടെ പോയേ പറ്റുള്ളൂ നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആൾ ഇക്കാൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അവിടെ ചേരാനുമാണ് പോയത് ഞങ്ങൾ. അപ്പോൾ അമ്പിളി ഉണ്ടെങ്കിൽ എല്ലായിടത്തും കയറി കളിച്ച് മുതലാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ ഇറങ്ങി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് പോരാമെന്ന് വിചാരിച്ചു. എന്നാൽ പിറ്റേ ദിവസം അഡ്മിഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കായോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച്. കാൾ അടിപൊളിയാട്ടോ, വൻ സെറ്റപ്പാണ് ഇവിടെ. അത്യാവശ്യം എല്ലാ മെഷീനറികളും ഇവിടെ ഉണ്ട്. വാവ കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് പറഞ്ഞത്. ദുബായിൽ ജിംനേഷ്യൻ ചെയ്ത ആളല്ലേ. എന്താ കുക്കറിൽ ഉണ്ടാക്കണേ? ഇനി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അപ്പോൾ കുറച്ച് ചിക്കൻ കുറച്ച് പയർ കുറച്ച് ക്യാരറ്റ്. ചിക്കൻ, പയർ, കുറച്ച് ക്യാരറ്റ്, പിന്നെ മസാല അല്ലേ? മസാല ഉണ്ട്. മസാല കുറച്ച് സാൾട്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി, കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ, അതിനുള്ളൂ. ഇതൊരു 4 വിസിൽ. ഇതൊരു 4 വിസിൽ അടിക്കുക. ഇത് 2 നേരത്തിനാണ്. 2 നേരത്തെ ഫുഡാ? വേറെ കരിഭക്ഷണം ഞങ്ങൾ ഉണ്ടാക്കി തരണ്ട. അരിഭക്ഷണം വൈറ്റ് റൈസ് ഒക്കെ കഴിക്കും. കുറച്ച് ബോയിൽ ചെയ്യും, കുറച്ച് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പം എനക്ക് വേണ്ട ജനം ഉണ്ടാക്കി കഴിക്കില്ല. മക പണിയില്ല. നമ്മൾ ചെറിയ പണികളുള്ളൂ. അപ്പോൾ വാവ വന്നു, ഫുൾ കിച്ചണുള്ള പരിപാടി കേട്ടോ. അവിടെ ഷെഫ്, ഇവിടെ ഷെഫ്. വീട്ടിൽ വന്നപ്പോൾ ഷെഫ് വാവ വീടൊക്കെ കാണുകയാണേ നടന്നു കാണി. ഇവിടെ എന്തൊക്കെ സംഗതികൾ ഇതൊക്കെ നോക്കി നടക്കുകയാണ് ആള്. ഇതാണ് എൻ്റെ ഫുഡ്. ഇതെന്താ സാധനം? ഇത് ചിക്കൻ പൊയിഞ്ഞത്. ബോയിൽ ചെയ്ത്. പിന്നെ എൻ്റെ ഇത് അതിൻ്റെ സൂപ്പായിട്ട് വരും. ഇപ്പം നമ്മളിപ്പോൾ ഇത് കഴിക്കണം. ക്യാരറ്റുണ്ട്, അടിപൊളി. പയർ, ക്യാരറ്റ്, പയർ, ചിക്കന്, അവൻ്റെ ഹെൽത്തി ഫുഡ്. നമ്മളിവിടെ പത്തിരി. നമുക്ക് ഡയറ്റൊന്നുമില്ല, നമുക്ക് ഡയറ്റ് പിടിച്ചൊരു കളി നടക്കില്ല. ഉമ്മാക്ക് കൊടുക്കടി ചായ. അപ്പോൾ ചങ്കാളെ മുത്തുമണികളെ, എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പുതിയ വിശേഷങ്ങൾ. വാവ വന്ന ഹാപ്പിനെസ്, വാവ വന്ന സന്തോഷങ്ങളെ. അപ്പോൾ വാവാശിൻ്റെ കൂടെ ചായക്ക രാവിലെ അവൻ്റെ ചിക്കൻ കഴിച്ചോണ്ട് ബോലിയിലേക്കോ. എല്ലാവർക്കും പറ്റുന്നില്ല, പക്ഷെ എനിക്ക് പറ്റുട്ടോ. ചിക്കൻ്റെ സൂപ്പാണ്, അതിൽ ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്തൊക്കെയാ നമ്മളെ ശങ്കരോട് എനിക്ക് പറയുള്ളത്? പറയാം, നമ്മളെ സബ്സ്ക്രൈബിനോട് എന്നൊക്കെ പറയാം. നാട്ടിൽ വന്നിട്ട്
മഴയാണ് ഉം. പുറത്തോപ്പോഴും നടന്നിട്ടില്ല, ഏ? കറങ്ങാൻ പോലും നടന്നിട്ടില്ല. ആ. എൻ്റെ ഫ്രണ്ട്സിനൊന്നും കണ്ടിട്ടില്ല. ആള് വന്നിട്ടേ 3 ദിവസമായിരുന്നു. 16-ാം തീയതി നാട്ടിൽ വന്നാണ്. ഇന്നിപ്പോൾ 20-ാം തീയതി അല്ലേ? 19-ാം തീയതി. ഇതുവരെ അവൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോയില്ല. എന്ത് സംഭവം? മഴ, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, മഴയാണ്, കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, കല്യാണം, ആ. എല്ലാവരും പോയി കാണുന്നുണ്ടായിരുന്നു. പിന്നെ സുഹൃത്തുക്കളൊക്കെ പുറത്തു കൂടി അവരുടെ ജോലിയും കാര്യങ്ങളൊക്കെ അതിൽ തിരക്കിലാണ്. അപ്പോൾ ആരെയും കാണാൻ ചാൻസ് കിട്ടിയില്ല വാക്ക്. ഇൻഷാ അല്ലാ ഇന്ന് മുതൽ അങ്ങനെ കാണും അല്ലേ? അപ്പോൾ സുഹൃത്തുക്കൾ വിഷമിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. വാവ എന്താ ഞങ്ങളെ കാണാത്ത വിളിക്കാതെ വിചാരിക്കരുത്. വാവക്ക് അവസരം ഉണ്ടായില്ല. വാവ വന്ന ഹാങ് ഓവറിൽ ഇങ്ങനെ വെച്ചിയും മെച്ചിയും കുട്ടി പെങ്ങളെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫാമിലിയാണ് അവൻ്റെ മെയിൻ ലോകം, കുടുംബം. അതൊന്നും കളിയുള്ളവനെ. ആ ശിവയ്ക്ക് ഗൾഫിന്ന് വന്നാല് അപ്പത്തന്നെ വന്ന് ഡ്രസ്സൊക്കെ മാറ്റി പുറത്തേക്ക് പോകുള്ളൂ. പുറത്തേക്കൊന്നും പോകാത്ത അപ്പൊ പറഞ്ഞു ഓന് പണ്ടന്നെ അങ്ങനെ എപ്പോഴും പുറത്തേക്കൊന്നും പോകില്ല. പിള്ളേരൊക്കെ ചിലപ്പോ പോയി കണ്ടു പോരും. ഓനെ ഫ്രണ്ട്സും കമ്പനികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ ഓൻ്റെ വീടാണ് ഏറ്റവും ഓൻ്റെ ഹാപ്പിനെസ്, ഫാമിലി. നമ്മളല്ല പറയേണ്ടത്, വാവന്നെ പറയണം. അപ്പോഴാണ് അതിൻ്റെ ഒരു മൊഞ്ച്. ഞങ്ങൾ മനസ്സിലാക്കി പറഞ്ഞോളൂ കേട്ടോ, ഞാൻ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞോളൂ. അവനങ്ങനെ ആവശ്യങ്ങൾക്കൊക്കെ പോകും. സുഹൃത്തുക്കളിൽ ജോലി പോലുണ്ട്, കമ്പനി പോലുണ്ട്, ഒക്കെ പോലുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന ആ ഒരു ഹാപ്പിനെസ്സിൽ ഓന് വീട്ടിൽ തന്നെയാണ് കാര്യമായിട്ട്. കുറച്ച് സമയമൊക്കെ എല്ലാവരും കൂടെ ചിലവഴിക്കും ആള്. അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അല്ലേ? അങ്ങനല്ലേ പറഞ്ഞ കറക്റ്റല്ലേ? മാറ്റൊന്നുമില്ലല്ലോ. ഏകദേശം കറക്റ്റാണ്. അപ്പം ഇനി എന്ന് മുതൽ ചങ്കളൊക്കെ പോയി കാണും ഇൻഷാ അല്ലാ. ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇതിലൊക്കെ വരും. മറ്റേത് ആരും വരലൊന്നുമില്ല. എന്താണ് പോവാതെ കഴിച്ചിട്ട്? വീഡിയോ ഓണാക്കിയിട്ട് ഞാൻ കഴിച്ച് കഴിയാനായി. വീഡിയോ ഓണാക്കിയിട്ട് ഞാൻ കഴിച്ച് കഴിയാനായി. അവിടെ പ്രശ്നം സെലിബ്രിറ്റി അതാണ് വിഷയം. എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മുത്തുമണിയുള്ള കാര്യങ്ങൾ. അപ്പോൾ വെറുതെ രസത്തിന് വീഡിയോ എടുത്താണ്. ഇൻഷാ അല്ലാ ബാക്കി വിശേഷങ്ങളൊക്കെ വരും കേട്ടോ.